നമ്മളെല്ലാവരും ഗൂഗിൾ പേ ഉപയോഗിക്കുന്ന ആളുകളാണ്. ഗൂഗിൾ പേക്കകത്ത് നമ്മൾ പണം ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ആരെങ്കിലും നമുക്ക് പണം അയച്ചു തരാറുണ്ട്. അങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. കടകളിൽ പോയി നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാറൊക്കെ ഉണ്ട്. എന്നാൽ നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് ഗൂഗിൾ പേക്കകത്ത് ചില സെറ്റിങ്സുകൾ പലപ്പോഴും നമുക്ക് അറിയാത്ത സെറ്റിങ്സ് ആയിരിക്കും. വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കണ്ടു നോക്കുക. ചിലപ്പോൾ ആദ്യത്തെ ഫീച്ചർ നിങ്ങൾക്ക് അറിയുമെങ്കിൽ വീഡിയോയുടെ അവസാനം കാണിക്കുന്ന മറ്റു ഫീച്ചർ നിങ്ങൾക്ക് അറിയണമെന്നില്ല. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ ഗൂഗിൾ പേക്കകത്തുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ഫീച്ചറുകൾ ഏതൊക്കെ നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യാണ്. ഗൂഗിൾ പേ കൃത്യമായി ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നിങ്ങളുടെ ഗൂഗിൾ പേ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഗൂഗിൾ പേക്കകത്ത് ആദ്യം പരിശോധിക്കുന്നത്, നമ്മൾ ആർക്കെങ്കിലും പണം ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിലവിൽ നമുക്ക് ഡയറക്റ്റ് ഗൂഗിൾ പേക്കകത്ത് സൗകര്യമില്ല. വേണമെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും പണം അയച്ചു കൊടുത്ത് നമ്മുടെ വീട്ടുകാരോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കാരോ ആരെങ്കിലും അറിയാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അയച്ചു കൊടുത്ത ആ പ്രൊഫൈൽ ഇവിടെ കാണും. പണം അയച്ചു കൊടുത്ത് ആ പ്രൊഫൈൽ ഇതുപോലെ ഒന്ന് ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ഹൈഡ് ഫ്രം ദിസ് സ്ക്രീൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തി നമ്മുടെ സ്ക്രീനിൽ നിന്ന് പോയത് കാണാൻ സാധിക്കും. ഇനി ആ വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ മുകളിൽ സെർച്ച് ചെയ്യുന്ന ഭാഗത്ത് അയാളുടെ നമ്പർ ഏതാണെങ്കിലും അത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഇവിടെ അയാളുടെ വ്യക്തി ഇവിടെ ഓപ്പൺ ആയിട്ട് വരികയും ചെയ്യും. പഴയതുപോലെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതായത് താൽക്കാലികമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ക്രീനിൽ നിന്ന് ആ വ്യക്തിയെ മറച്ചു വെക്കാൻ ഇതിലൂടെ സാധിക്കും. എന്നാൽ ചില ആളുകൾക്ക് ചോദിക്കാറുണ്ട്, നമ്മൾ ആർക്കെങ്കിലും പണം അയച്ചു കൊടുത്താൽ അത് പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്ത് കളയാൻ എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ എന്ന് പല ആളുകൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് സാധാരണ ഡയറക്റ്റ് ഇതിനകത്ത് ഓപ്ഷൻ ഇല്ല. നമ്മൾ ചെയ്യാനുള്ളത് വലതുഭാഗത്ത് നമ്മുടെ പ്രൊഫൈൽ കാണും. നമ്മുടെ ഗൂഗിൾ പേക്കകത്ത് വലതുഭാഗത്ത് കാണുന്ന ഈ പ്രൊഫൈലിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് നേരെ താഴെ ഭാഗത്തേക്ക് വരിക. ഇവിടെ കാണാൻ നിങ്ങൾക്ക് സെറ്റിങ്സ് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്നുള്ള ഓപ്ഷൻ കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്യും. ഇവിടെ മുകളിലായിട്ട് നിങ്ങൾക്ക് ഡാറ്റ ആൻഡ് പേഴ്സണലൈസേഷൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഏറ്റവും മുകളിൽ അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസ് കാണാൻ സാധിക്കും. ഇവിടെ ഒരു ബ്ലൂ ലെറ്ററിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ള ഒരു ബ്ലൂ ലെറ്റർ ഇവിടെ കാണാൻ സാധിക്കും. അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ സ്ക്രീൻ ലോക്ക് ചോദിക്കും. നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീൻ ലോക്ക് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ താഴെ ഭാഗത്തേക്ക് നോക്കിയാൽ നിങ്ങൾ ഓരോ പേയ്മെൻറ്റും കൃത്യമായിട്ട് ഇവിടെ കാണാൻ സാധിക്കും. ആർക്കാണ് അയച്ചത്, എപ്പോഴാണ് അയച്ചത്, എത്ര രൂപയാണ് അയച്ചതെന്നൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഏത് ദിവസത്തിലാണ് പണം അയച്ചതൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഏപ്രിൽ 30 12:30 ഒരു പണം ട്രാൻസ്ഫർ ചെയ്ത് കാണാനുണ്ട്. ഇവിടെ താഴെ ഡീറ്റെയിൽ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ പണം അയച്ച ഡേറ്റും പണം ഏതിൽ നിന്നാണ് അയച്ചെന്നുള്ളതും ഒക്കെ ഇവിടെ. അപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ ഇവിടെ മുകളിലായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ. അതിനകത്ത് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ലാസ്റ്റ് അവർ അവസാനം മണിക്കൂറിൽ ചെയ്ത പേയ്മെൻറ്റ് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് അവർ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് ഡേ അവസാനത്തെ ദിവസം ഇക്കഴിഞ്ഞ ദിവസം ഉള്ള പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം. ഓൾവേസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഏതൊക്കെ പേയ്മെൻറ്റുകൾ ഡിലീറ്റ് ചെയ്യണമെന്ന് ഇവിടെ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കും. ഇവിടെ കസ്റ്റം റേഞ്ച് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് പ്രത്യേക ഡേറ്റിലുള്ള ഒരു കഴിഞ്ഞ മാസത്തെ മുഴുവൻ ട്രാൻസാക്ഷൻ നമുക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഓരോ പ്രത്യേകം ടൈം നിങ്ങൾക്ക് ഡേറ്റ് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഏതെങ്കിലും ഒന്ന് മാത്രം ഡിലീറ്റ് ചെയ്താൽ മതിയെങ്കിൽ നിങ്ങൾ താഴെ ഭാഗത്തേക്ക് വന്നാൽ ഓരോ ഡേറ്റിലെയും ഗൂഗിൾ പേ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനകത്ത് ഏറ്റവും അവസാനം കാണുന്ന ഈ ഇൻറ്റു ബട്ടൺ ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഓരോന്നും പ്രത്യേകം ഇതുപോലെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കും. അതായത് സാധാരണ നമുക്ക് ഡയറക്റ്റ് എല്ലാം കൂടി ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കഴിഞ്ഞ ദിവസത്തെയും കഴിഞ്ഞ മണിക്കൂറിലെയും ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മൾ ഡയറക്റ്റ് വന്നാൽ അവസാനം കാണുന്ന ഇൻറ്റു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഓരോന്നും പ്രത്യേകം ഡിലീറ്റ് ചെയ്ത് കളയാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. വളരെ യൂസ്ഫുൾ ആയിട്ട് ഗൂഗിൾ പേക്കകത്ത് നമ്മൾ അറിഞ്ഞു വെക്കേണ്ട വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സെറ്റിങ്സുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.